അപ്പോൾ ഗായ്സ് ഇപ്പോൾ നമ്മൾ വള്ളിയായിലുള്ള വള്ളിയായിന്ന് എനിക്കൊരു പായസ മത്സരമുണ്ട്. കോഴിക്കോട് വെച്ചിട്ട് പായസ മത്സരം. കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ വെച്ചിട്ടാണ് ഇപ്പോൾ പായസ മത്സരമുള്ളത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയാലോ? അപ്പോൾ പറഞ്ഞ ടൈമിന് തന്നെ ഉച്ചയ്ക്ക് 2-2:30 മണിക്ക് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ സെൻറ്ററിലാണ് ഈ പായസ മത്സരം നടക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ 20 പേരാണ് പായസ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ നമ്പർ 8 നമ്പറാണ് എൻ്റേത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എനിക്കൊരു ചെറിയൊരു പണിവാളി. എന്താണെന്ന് വെച്ചാൽ ഞാൻ പായസ മത്സരത്തിന് കൊണ്ടുപോയ പാത്രം അത് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ വർക്കാകുന്നില്ല. ഉടനടി ഞാൻ അവിടുത്തെ ഒരു നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാൻ പറ്റുന്ന ഒരു പാത്രം വാങ്ങിക്കൊണ്ടാണ് എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ തന്നെ പറ്റിയത്. അപ്പം ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഇവിടെ വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് ഞാൻ മാത്രമായി ഇല്ല. നമുക്ക് കുറെ സെലിബ്രിറ്റിയും ഇൻഫ്ലുവൻസേഴ്സും ജഡ്ജസും ഒക്കെ വരാനുണ്ട്. അവർക്കെല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആണോ? ആണോ ആണോ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കുറെ ഇൻഫ്ലുവൻസേഴ്സ് സെലിബ്രിറ്റീസ് ഒക്കെ വരാനുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആണോ? ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ടസ്റ്റൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാ കണ്ടസ്റ്റൻസ് ഒന്ന് എണീറ്റിരിക്കാൻ പറ്റും എല്ലാവർക്കും? ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഇവിടെ നിന്നിട്ട് അത്ര കംഫർട്ട് കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ ഓഡിയൻസ് ഒക്കെ ഈ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓണത്തെ കുറിച്ചോ ഓണസദ്യയെ കുറിച്ചോ പായസത്തെ കുറിച്ചോ പറയാനുണ്ടോ? ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ ഈ ഒരു സ്റ്റേജിൽ വന്ന് ഇന്ന് നമ്മുടെ ഹൈലൈറ്റ് മോഡിൽ നമ്മുടെ മീഡിയ വൺ നടത്തുന്ന ഈ ഒരു പ്രോഗ്രാമില് ഓണത്തെ കുറിച്ചോ സദ്യനെ കുറിച്ചോ എന്തെങ്കിലും ഒരു 2 വാക്ക് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജിലേക്ക് വരാം, അല്ലെ കൈവക്കാം. കണ്ടസ്റ്റൻസിനാവാം. ഇല്ലേ? വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഞാൻ മൈക്ക് ഇങ്ങോട്ട് കൊടുക്കാം. സദ്യ എന്ന് പറഞ്ഞാൽ സദ്യയിലെ മെയിൻ ഐറ്റം തന്നെയാണ് പായസം. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? യെസ്. വാമനെ 3 അളന്ന വെടിത്താഴത്തിന് മാവേലി നമ്മളെ കാണാൻ വരികയാണ് പറഞ്ഞത്. അത് നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മളൊരുക്കി സദ്യയൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊരു ഓണം ആഘോഷിക്കുന്നത്. അതായത് നമ്മൾ മാവേലി വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറും കൈയോടെ വിടരുത്, നമ്മുടെ സദ്യ തൃപ്തനായിട്ട് വേണം പോകാൻ. അതുകൊണ്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മള് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും നിങ്ങളെ നല്ലൊരു കയ്യടി തന്നെ കേട്ടോ. ഞങ്ങള് ലൈവായിട്ട് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവരും നല്ല പായസം ഉണ്ടാക്കും. ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? ഒന്നുമില്ലേ? ശരി. ഓ, എനിക്ക് വയ്യ. ഓണം കേരളോത്സവം എന്ന് പറഞ്ഞാൽ കണ്ട് കേരളത്തിന് മാത്രമല്ല എന്ന് പറഞ്ഞത് സത്യമാണ്. ഞാൻ സൗദിയിലായിരുന്നു. സൗദിയിൽ ഈ ഒരു മാസം മുഴുവനും ഓണമാണ്. സെപ്റ്റംബർ കഴിയുന്നത് വരെ ഇനി ഓണമായിരിക്കുന്നത്. ഈ ഓണത്തിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പായസം എന്ന് പറയുന്നത് വേറെ മനസ്സിലാവും. നല്ലൊരു കേടുകൊടുത്താണ് നമുക്ക് കല്യാണ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. കോഴിക്കോട് സെൻട്രലിലേക്ക് എല്ലാം ചേർന്ന് ഒരു ഗംഭീര കൈയ്യടി കൊടുക്കുക. നമ്മൾ ഇത്രയും സമയം വരാൻ വൈകിയപ്പോൾ ഇവിടെ മാനേജ് ചെയ്ത ആൾ സെൻട്രലിലാണ്. പിന്നെ ഒരുപാട് ദൂരെ നിന്നൊക്കെ കുറേ പേര് എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് കേട്ടു. അപ്പോൾ ഈ പായസം മത്സരം ഗംഭീരമാക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ മത്സരാർത്ഥികളാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു, വിജയാശംസകൾ നേരുന്നു. എനിക്ക് പരിചയമുള്ളതും എൻ്റെ കുക്കിംഗ് യാത്രയിൽ കണ്ടിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എനിക്ക് നല്ല പരിചയമുള്ള ഒരുപാട് പാചക പരിപാടികളിൽ എന്നോടൊപ്പം കൂടിയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഗംഭീരമാക്കാം. ഈ ഒരു പാചക മത്സരം ഇവിടെ സംഘടിപ്പിച്ച ഹൈലൈറ്റിനും, അത് മാത്രമല്ല ഈ കുക്ക് ചെയ്യാനൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് അവസരം തരിക എന്ന് പറയുന്നത് ഹൈലൈറ്റിൻ്റെ ഒരു അവർക്ക് പിന്നെ അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സമ്മതിക്കുന്നത്. അപ്പോൾ ഹൈലൈറ്റിനും അതുപോലെ തന്നെ മീഡിയ വൺ ഞാൻ ഒരുപാട് കാലം മീഡിയ വണ്ണിൽ വർക്ക് ചെയ്തിരുന്നതാണ്. മീഡിയ വണ്ണിൻ്റെ ട്രീറ്റ് എന്ന് പറയുന്നത് GCCയിൽ വലിയ പോപ്പുലർ ഷോ ആയിരുന്നു.
GCCയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഷോകളിൽ 10 പൊസിഷനുകളുടെ ഉള്ളിൽ വന്നിരുന്ന ഒരു ഷോ ആണ്. അപ്പോൾ രണ്ടും ഹൈലൈറ്റിലും ഞാൻ സ്ഥിരമായിട്ട് പ്രോഗ്രാം ചെയ്യാൻ വരുന്നതാണ്. അപ്പോൾ രണ്ടും എൻ്റെ കുടുംബമാണ്. അപ്പോൾ ഈ കുടുംബത്തിലേക്ക് വന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഓണക്കാലത്ത് കോഴിക്കോട് വരാനും നിങ്ങളെയൊക്കെ കാണാനും പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഹൈലൈറ്റ് എന്ന് പറയുന്ന വേറെ ലെവൽ എന്ന് പറയുന്ന 1 ലെവൽ, 2 ലെവൽ, 3 ലെവൽ കേട്ടോ, പല ലെവലിലായിട്ട് തിരിച്ചിട്ടുണ്ട്. മൊത്തം 4 ലെവലിലാണ് ഇവിടെ ആൾക്കാർ. ഹായ് കോഴിക്കോട്, ഒരു ആവേശം തരോ? നമസ്കാരം കോഴിക്കോട്. താങ്ക് യു. ആവേശമൊന്നും വന്നില്ലെങ്കിൽ പോലും നമ്മളത് എക്സ്ട്രാ ഇട്ടോളാം എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. ചിന്തല്ല, ഞാനൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പ്രോഗ്രാം കണ്ടിട്ടാണ് ഞാൻ പിന്നെ ചായ കുടിക്കാൻ പോകാറ്. എന്റെ പ്രായത്തെ കുറിച്ചൊന്നും മെൻഷൻ ഇല്ലല്ലോ അല്ലേ? ഇത് ഇതിൽ കുത്തി പറഞ്ഞല്ലോ അല്ലേ ചിന്തല്ല? ഒരിക്കലുമില്ല. അപ്പൊ ഞാൻ കണ്ട കല്ലുചേട്ടനോ അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസ് കണ്ട കല്ലുചേട്ടൻ ഇതാണോ ശരിക്കും? ആണോ? അല്ല. അപ്പം എന്റെ കല്ലുചേട്ടൻ ഇങ്ങനെയല്ല. അത് എന്റെ കല്ലുചേട്ടൻ ഇങ്ങനെയല്ല. ഓക്കെ, അപ്പൊ നല്ലൊരു ഹായ്, നല്ലൊരു വൈബും നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ഓഡിയൻസ്. കോഴിക്കോട് നിങ്ങൾ ഒരു ആവേശം തരുമോ? ഞാൻ ഈ കോഴിക്കോട്ടുകാരെ വിളിച്ചോണ്ട് ഞാൻ മലപ്പുറത്തുകാരെ വിളിക്കണോ? മലപ്പുറത്തുകാരെ സത്യത്തിൽ അല്ല, ഇത് വേറൊരു ഈ കോഴിക്കോടും മലപ്പുറം തമ്മിലുള്ള ഒരു കണക്ഷൻ ഞാൻ പറയാം. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറംകാർക്ക് ഏറ്റവും അധികം സന്തോഷം വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട് പോകുന്ന പറയാം. അപ്പൊ അതാണ് മലപ്പുറവും കോഴിക്കോടും തമ്മിലൊരു ബന്ധം. അപ്പൊ ഹൈലൈറ്റിലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കോഴിക്കോടുകാരെക്കാൾ കൂടുതൽ മലപ്പുറംകാരായിരിക്കും. അതാണ് മലപ്പുറത്താണ് എയർപോർട്ട് ഇരിക്കുന്നെങ്കിലും മലപ്പുറം ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് അവര് പോലും പറയാറില്ല. എല്ലാവരും പറയുന്നത് കോഴിക്കോട് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി. എവിടെ ഇരിക്കുന്നത്? മലപ്പുറം ജില്ലയിലാണ് ഇരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നാണ് പേര്. അതൊക്കെ അതാണ് ഇപ്പൊ കണ്ണൂരുണ്ട്, പിന്നെ പാലക്കാടിന്റെ ചില ഭാഗമുണ്ട്, പിന്നെ മലബാർ എന്ന് വിളിക്കും. മധുരം ഇത്രയും ഗംഭീരമായിട്ട് വിളമ്പാമെന്ന് മലയാളിയെ പഠിപ്പിച്ച ഒരു ശബ്ദം കൂടിയാണ്. ഏറ്റവും ഗംഭീരമായിട്ട് ഡെസേർട്ടുകൾ നമുക്ക് സെർവ് ചെയ്യുന്ന ആളാണ്. ഒരു പക്ഷേ ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ ഇയാളെ കല്യാണം കഴിച്ചാലെന്ന് പോലും ഞാൻ ആലോചിച്ചു പോയി. കാരണം അമ്മാതിരി മധുരം, ഇത്രയും ക്രിയേറ്റീവ്. നീ കല്യാണം കഴിച്ചാണോ? ആണോ? മൂപ്പര് പക്ഷേ കല്യാണം കഴിച്ചു പോയി. അടുത്ത കാരണം അത്രയും സ്വീറ്റ് ആയിട്ട് നമ്മൾ എന്ന് വെച്ചാൽ ഈ സ്വീറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് അധികം മധുരം ഇടുന്ന ഇഷ്ടമില്ലാത്ത ഒരാൾ കൂടിയാണ്. അപ്പോൾ കൂടുതൽ കഴിക്കാൻ പറ്റണമെങ്കിൽ ഓവർ മധുരം പാടില്ല. അപ്പൊ കൃത്യമായ മധുരം പാലിച്ചുകൊണ്ട് സ്വീറ്റ് ഡിഷുകൾ ഗംഭീരമായിട്ട് ചെയ്യുന്ന ഷെഫ് വിനോദ് വടശ്ശേരി. ഞാൻ അദ്ദേഹത്തിന് മൈക്ക് കൈമാറാം, അദ്ദേഹം ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്ന 20 പേരിൽ നമ്മൾ 250 പേര് രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു. 250 പേര് രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന്ന് അതിൻ്റെ ക്രൈറ്റീരിയാസ് പ്രകാരമാണ് നമ്മൾ 20 പേരോട് തിരഞ്ഞെടുത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്ന ഇൻസ്ട്രക്ഷനിൽ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ട പോട്ട്സ് എല്ലാം, കുക്കിംഗ് മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവരണം, റോ മെറ്റീരിയൽ ഇൻഗ്രീഡിയൻസ് എല്ലാം കൊണ്ടുവരണം, റോ മെറ്റീരിയൽസ് എല്ലാം ഉണ്ടാവണം. പ്ലസ് ആപ്രൺസ്, ക്യാപ്സ്, ഗ്ലൗസ് എല്ലാം നമ്മൾ ഇൻസ്ട്രക്ഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇന്ന് പിന്നെ നമുക്ക് എക്സ്ട്രാ നമ്മൾ, അതായത് റെസ്റ്റോറൻറ്റ് വീഡിയോ തരുന്നത് 300 റുപ്പീസിൻ്റെ കൂപ്പണാണ്. അത് ഇതിന് ശേഷം നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അതിനുശേഷം 20 മിനിറ്റ്സ് ടൈം തരും. ആ 20 മിനിറ്റ്സിൽ റെസ്റ്റോറൻറ്റ് പോയി സാധനം മേടിച്ചിട്ട് തിരിച്ചെത്താം. പക്ഷെ നമ്മൾ എല്ലാവരും ഇതിന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഡോക്ടർ അറിയേണ്ട ആവശ്യം നിങ്ങൾ സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇനി കൂപ്പൺ വിതരണം ചെയ്യാണ്. വീഡിയോ നിങ്ങൾ പോയി സമാധാനപരമായിട്ട് സമാധാനമായിട്ട് കുക്ക് ചെയ്യാം. ഏറ്റവും സമാധാനമായിട്ട് കുക്ക് ചെയ്താലേ ഏറ്റവും നല്ല പായസം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ വലിയ നിർബന്ധങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മുടെ ഈ കുക്കിംഗ് ഷോ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മളത് ടേസ്റ്റ് നോക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് എത്രയെങ്കിലും വർഷങ്ങളായിട്ട് എനിക്ക് പരിചയം പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ്. കലേശേട്ടൻ പറഞ്ഞ പോലെ കല്യാണം കഴിച്ചത് മലപ്പുറം ജില്ലയിലേക്കാണ്. രണ്ടായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് എല്ലാവരും പായസം വെക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച് നല്ല വൈബിൾ നിർത്തിയ ഒരു 3 ജഡ്ജസ്, നല്ലൊരു കാര്യം ഉണ്ട് അവർക്ക്. കണ്ടസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ പായസ മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ സ്റ്റേജിൽ പല പരിപാടിയും നടക്കുന്നുണ്ട് കേട്ടോ.
കലേശാട്ടൻ്റെ നേതൃത്വത്തിൽ പല പരിപാടിയും നടക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും നിങ്ങളുടെ ഫോക്കസ് ടേസ്റ്റിന് തന്നെ ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും ഐഡിയ. എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അപ്പം തന്നെ സംഘാടകരുമായിട്ട് ബന്ധപ്പെടുക. എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം ഉണ്ടെങ്കിൽ സംഘാടകരുമായിട്ട് ബന്ധപ്പെടണോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ ഡിഫിക്കൽറ്റീസ് ഉണ്ടെങ്കിൽ സംഘാടകരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ശ്രദ്ധിക്കണം. ലാസ്റ്റ് കോമ്പറ്റീഷൻ കണ്ടിരുന്നു, കൊണ്ടുവന്ന പാത്രങ്ങൾ ഇൻഡക്ഷനിൽ സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പാനിക് നമ്മുടെ പാചക മത്സരങ്ങൾ ആരംഭിച്ചു. നമ്മുടെ സംഘാടകരൊന്ന് മത്സരങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഹൈലൈറ്റും അതുപോലെ തന്നെ മീഡിയയോടും ചേർന്ന് നടക്കുന്ന പായസ മത്സരമാണ്. അത് ആരംഭിച്ചു കഴിഞ്ഞു. ഇനി 50 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കണം എന്നാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷിബിലിയാണ് മത്സരിച്ചത്. പെർഫെക്റ്റ് ആയിട്ടുള്ള പുഷപ്പാണ്. 47 പുഷപ്പാണ് ഷിബിലി ചെയ്തിരിക്കുന്നത്. പെർഫെക്റ്റ് പുഷപ്പ് തന്നെ, ഗംഭീര പുഷപ്പാണ്. ഈ ജിമ്മിനാണോ? ജിമ്മിൽ പോകുന്നുണ്ടോ? അടുത്ത ഞാൻ ഓരോരുത്തർ വരുമോ അതോ ഞാൻ വിളിക്കണോ? എന്താണ് പേരെന്താണ്? അനന്തു. എവിടെ നാട്? ഫറോക്കിലാണ്. അനന്തു. ഓക്കെ, ഷിബിലിയുടെ ആണ് ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പുഷപ്പ്. വാ, അടുത്ത 1, 2, 3, 4, 16, 17, 20, 26, 27, 8, 29. മൂന്നാമനാട്ടുകരക്കാരൻ നന്ദഗോപാലാണ്. റെഡി? നന്ദഗോപാൽ റെഡി? റെഡി? 47 പുഷപ്പുകളുമായിട്ട് ഷിബിലിയാണ് ഇവിടെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഷിബിലി പൊളിയുടെ കുട്ടി, പൊളി വേറെ ലെവലായിരുന്നു. പെർഫെക്റ്റ്, അടിപൊളി, സൂപ്പർ സൂപ്പർ. 2ാം സ്ഥാനം ആരാണ്? 40 സമ്മാനം 500 ടിക്കറ്റ് വൗച്ചർ സമ്മാനിക്കുന്നു ചിത്രല്ല. പായസം ഞാൻ പരിപ്പ് പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 50 മിനിറ്റിനുള്ളിൽ പായസം ഉണ്ടാക്കണമെന്ന് നമുക്ക് കിട്ടിയ നിർദ്ദേശം. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ആയി വരുന്നുണ്ട്. ഇവിടെ ഇപ്പോ നടക്കുന്നത് ഹൈലൈറ്റ് മോൾ ഒന്നിച്ചോണം 2025. ഇഷ്ടപ്പെട്ടുണ്ടോ? ഒന്നിച്ചോണം. അതിനകത്ത് ഒരു എല്ലാരും കൂടി ഓണമാണ്. അപ്പോൾ എല്ലാ അതിർവരമ്പുകളും ഒക്കെ മറന്ന് നമ്മൾ ഒന്നിച്ചോണം എന്നൊരു പാഠവും കൂടെ ആ പേര് പൊളിച്ച് നല്ല പാട്ടിട്ട് തന്നെ, നല്ല പാട്ടിട്ട് തന്നെ ഉഷാറാക്കണം. എല്ലാം റെഡിയല്ലേ? കോഴിക്കോട് റെഡിയല്ലേ? മലപ്പുറത്തുകാർ റെഡിയല്ലേ? കണ്ണൂരുകാർ റെഡിയല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ കൈ അടിച്ചിട്ട് പായസ മത്സരം കഴിയുമ്പോൾ പോരുത്. റെഡി? അപ്പൊ പായസത്തിന്റെ മണം ഇങ്ങനെ വരാൻ തുടങ്ങി. എവിടെ നിന്നൊക്കെയോ നെയ്യൊക്കെ ഒഴിച്ച് ഓരോ സാധനങ്ങൾ, വണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറക്കുന്നതിൻ്റെയൊക്കെ മണം വരാൻ തുടങ്ങി. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഓണം വന്നു. നേരത്തെ പറഞ്ഞു, ഓണത്തിന്റെ ഒരു ഫീൽ, ആ ഒരു വൈബ് നമുക്ക് കിട്ടുന്നുണ്ട്. അതെ. 50 മിനിറ്റ് തീരണമല്ലോ. ആ സ്പിരിറ്റ് കിട്ടിയായിരുന്നു. ഇത് 50 മിനിറ്റ് തീരും. അതാണ് ഒരു പുരുഷ കേസരി. ഇത്രയും മഹിളാ രത്നങ്ങൾക്കിടയിൽ ഒരു പുരുഷ കേസരി. ആരാണ്? തലശ്ശേരിക്കാരനാണ്. രുചികളുടെ തലസ്ഥാനമായിട്ട് പണ്ട് മുതലേ അറിയപ്പെടുന്ന കേരളത്തിന്റെ രുചികളുടെ തലസ്ഥാനക്കാരൻ. പേര് ജിതിൻ എൻ കെ. എന്ത് പ്രഥമനാണ് ഉണ്ടാക്കുന്നത്? പരിപ്പ് പ്രഥമൻ. അടിപൊളി. ഹായ്, എന്താണ് പേര്? നസീമാലി, മലപ്പുറം പുത്തനത്താണ്. എന്ത് പായസമാണ് ഉണ്ടാക്കുന്നത്? സ്വീറ്റ് പൊട്ടാറ്റോ, ചോളമില്ലറ്റ്, ചക്കപ്പൊടി. അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതായിരിക്കും ഏറ്റവും അടിപൊളി പായസം. അതെ അതെ അതെ. അപ്പോ ഹായ്, നിങ്ങൾ എന്താ അത് പായസമാണോ? നമ്മുടെ ദോശമാവ് കലക്കാണോ എന്ന് വിചാരിച്ചു. പക്ഷെ പായസമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു. എന്താണ് പായസം? ചെമ്പരത്തിപ്പൂ വെച്ചിട്ട്. നമ്മൾ സാധാരണ എപ്പോഴും ഈ ഓണത്തിന് സദ്യ കഴിച്ച് പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞ് പിന്നെ ചെമ്പരത്തിപ്പൂ വെക്കേണ്ട അവസ്ഥ വരും. പക്ഷെ ഇവിടെ ചെമ്പരത്തിപ്പൂ
ഞാൻ ആരായിട്ടാ ചോദിക്കുന്ന പോലെ അങ്ങാടി മരുന്നുകളാണ് ഇതിനകത്ത് ചേർത്തത്. പിന്നെ 10 ധാന്യങ്ങളാണ് ചേർത്തിരിക്കുന്നത്. എന്തൊക്കെ ധാന്യങ്ങളാണ് ചേർത്തിട്ടുള്ളത്? 10 ധാന്യങ്ങൾ. മുളപ്പിച്ച പയറ്, മുളപ്പിച്ച കടല, മത്തങ്ങ, മധുരക്കിഴങ്ങ്, പച്ചപ്പപ്പായ, പിന്നെ മുരിങ്ങക്കോല്, മുരിങ്ങവാളെന്ന് പറയുന്ന മുരിങ്ങക്കോല് പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അട ഉണ്ടാക്കി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ 50 മിനിറ്റിൽ പായസം ഉണ്ടാക്കേണ്ടത്. രൂപം വരുന്നത് അല്ലേ? നിങ്ങൾ അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് മണം വരും, അതിനകത്ത് മധുരം വരും. അപ്പം എന്നിട്ടാണ് അതിനകത്ത് ചേർത്തുണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കഷ്ണമായിട്ട് ഇതിനകത്ത് കിടക്കും. ഒരു ബൈറ്റ് കിട്ടും. ഓക്കെ, അടിപൊളി. ടൈം ഓർപ്പിക്കണം. ഓക്കെ 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 ഓക്കെ. ഹലോ, ഗുഡ് ഈവനിങ്. പേര് മൈമുന എന്നാണ് പേര്. അടുത്ത ആളുടെ പേരെന്താണ്? നിങ്ങൾ പാചകമൊക്കെ തീർന്നോ? കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യാം. പിന്നെ കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യാം. അല്ല, കോക്കനട്ട് മിൽക്കിന്റെ പൊടിയല്ല, പാൽപ്പൊടി ഉപയോഗിക്കേണ്ടതാ പറഞ്ഞേ. നമ്മുടെ സാധാരണ പാൽപ്പൊടിയെ അതൊക്കെ ഉപയോഗിക്കാം. പാൽപ്പൊടി ഇല്ലേ, നമ്മുടെ ഈ ടിന്നിൽ വരുന്ന ചായ ഉണ്ടാക്കുന്ന പാൽപ്പൊടി ഇതിനകത്ത് ഉപയോഗിക്കുന്നവരുണ്ട്. അത് ഒഴിവാക്കാനാണ് പറഞ്ഞത്. അത് ഈ പായസത്തിൽ ഉപയോഗിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ. ഓക്കെ, റെഡി. അല്ലല്ല, അടുത്ത ഏകദേശം കഴിഞ്ഞു, സെറ്റ് ആയിരിക്കുകയാണ്. അടിപൊളി, സൂപ്പർ. വിഷ്ണു കണ്ടോ? ഹായ്, പേര് ജാസ്മിൻ. ഷെഫുകാരെല്ലാവരും എല്ലാ ക്ഷണങ്ങളും മൂക്കുകൊണ്ട് വരയ്ക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇനി ഒരു ടൈം അപ്ഡേറ്റ് കൂടെ കൊടുക്കാം. ഷെഫ് വിനോദ് വടശ്ശേരി, ചെറിയ പരാതി വന്നിട്ടുണ്ട്. ഇതിന് ചൂട് കുറവാണെന്ന് പറഞ്ഞിട്ടൊരു പരാതി വന്നിട്ടുണ്ട്. അത് ഞാൻ ചെക്ക് ചെയ്തു. അത് ഇൻഡക്ഷൻ കംപ്ലൈന്റ് ഇല്ല. കുക്കറിൽ സ്റ്റീം വരുന്നുണ്ട്. അപ്പോൾ ഇൻഡക്ഷൻ പ്രശ്നമല്ല. നമ്മൾ 5:30 വരെ ടൈം പറഞ്ഞിരുന്നത് 5:18 ആയിട്ടുണ്ട്. 12 more weeks. വന്ന പേരാണ്, ഹൈലൈറ്റ് മോൾ ഇട്ട പേരാണ്. അത് ആരാണ് പേര് സജസ്റ്റ് ചെയ്ത് അവർക്കൊരു സമ്മാനം ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചത്. അത് അറിഞ്ഞൂടാ, നമുക്ക് അത് കണ്ടുപിടിക്കാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്നിച്ചോണം പേരുണ്ട്. വന്നോണം, ഇരുന്നോണം, തിന്നോണം, ഉറങ്ങിക്കോണം. സെറ്റാണോ? പ്രസന്റേഷന് സമയം. ഓ, സെറ്റാണോ? ഞാൻ പറയാം. ഞാനിപ്പോൾ അവിടെ ചെന്നിട്ടുണ്ട്, ഷെഫിനോട് ചോദിച്ചു. സെറ്റാണോ? ഓൾമോസ്റ്റ് റെഡിയോ? ബാക്കി നിങ്ങൾ മാക്സിമം വേഗത്തിൽ ചെയ്തു. ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ 5:40 ആയി. അപ്പോൾ പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ എനിക്ക് പായസം തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ഓട്ടുരുളിയിലേക്ക് മാറ്റിയിട്ട് അതിന് ചുറ്റും പൂക്കൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സെറ്റായിട്ടുണ്ട്, പായസം സെറ്റായിട്ടുണ്ട്. ഇനി ജഡ്ജിമാരൊക്കെ വന്ന് ഷെഫൊക്കെ വന്ന് നമ്മൾ ഒന്ന് വിലയിരുത്തുക വേണ്ടു. അപ്പോൾ റെഡി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് പാചക മത്സരം ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ. പാട്ട് റെഡിയാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പാട്ട് കയറാം. സ്ലൈഡ് വേണ്ട. പാട്ട് പാടാനോ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു സ്റ്റേജ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ ആർക്കെങ്കിലും പാടാനോ ഡാൻസ് കളിക്കാനുണ്ടോ? ഉണ്ടോ? ഓക്കെ, ഒരു കൊച്ചുകുട്ടി എൻ്റെ അടുത്ത് ആദ്യം ഒന്ന് പറഞ്ഞു,
എനിക്ക് അപ്പോൾ നമ്മളെ ജഡ്ജസ് വന്നിട്ട് എൻ്റെ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അഭിപ്രായം നല്ലതാണ്, എല്ലാം അല്പം മധുരം കുറച്ചുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി റിസൾട്ടിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. നല്ല ആകാംക്ഷയുണ്ട്. ലൈവായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു നല്ലൊരാകാംക്ഷയുണ്ട്. എൻ്റെ പായസം കൂടാതെ മറ്റ് 19 തരം പായസം ഉണ്ടല്ലോ, വെറൈറ്റി പലതരം പായസം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അതാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാം പലതരം വെറൈറ്റി പായസങ്ങൾ. കിട്ടിയിട്ടില്ലെന്നാണ് കാണിക്കുന്നത്. പിന്നെ ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ സമ്മാനമല്ലേ, 1 ലക്ഷം രൂപ സമ്മാനമല്ലേ അത്. ആ 1 ലക്ഷം രൂപ സമ്മാനം അടിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. ആ നിങ്ങളൊന്ന് ചൂടാക്കാനായിട്ട് ഞാൻ പറഞ്ഞു. കല്ലുവാണ് സംസാരിക്കുന്നത്. കല്ലു അറിയാവോ? ആ ഉടൻ പണമൊക്കെ ചെയ്തിരുന്നത് നേരത്തെ. കല്ലു മാത്രമില്ലേ അതിനകത്ത്? കല്ലു പണ്ട് കുക്കറി ഷോ ചെയ്തിട്ട് അറിയില്ലാത്ത പറയുന്നത് നാട്ടുകാർ ഇവിടെ കേട്ടോണ്ടിരിക്കാണ്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് സ്റ്റേജിലേക്ക് ഒരു 10 മിനിറ്റിനുള്ളിൽ എത്താൻ പറ്റുന്ന ദൂരത്താണെങ്കിൽ ഒന്ന് ഹൈലൈറ്റിലേക്ക് വന്നാൽ നിങ്ങളെല്ലാവർക്കും കാണാമായിരുന്നു.
ഓക്കെ ഓക്കെ അപ്പം ഹൈലൈറ്റിലേക്ക് വന്നാൽ മതി. നമ്മുടെ കൂടെ ഇവിടെ നിന്ന് ഈ ഒരു ജഡ്ജ്മെന്റ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മൊമെന്റോ വേണ്ടേ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇല്ല, നിങ്ങൾ തരും. ഞങ്ങൾ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. യെസ്, മിസ്റ്റർ അനീസ് പി എ ഒരു നല്ലൊരു കൈയോട് കൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കല്ലൂന് ആ ഒരു മൊമെന്റോ അല്ലെങ്കിൽ ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി നമ്മുടെ അനീസ് സാറിനെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. സോ ഒരു മൊമെന്റോ കിട്ടിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. നല്ലൊരു ഗൈഡ് കൊടുക്കാം. ഇവിടെ നടക്കുന്നത് ഹൈലൈറ്റ് മോളും അതുപോലെ തന്നെ മീഡിയ വണ്ണും ഒരുമിച്ച് നടത്തുന്ന കുക്കിംഗ് കോntest. അതിനകത്ത് ജഡ്ജിങ് ചാനൽസിനുള്ള ആ ഒരു മൊമെന്റോ ഗൈഡോട് കൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ഇന്നത്തെ ആ ഒരു കോntestന്റെ ജഡ്ജിങ് പാനൽ എന്ന് പറയുന്നത്. മീഡിയ വണ്ണും ഹൈലൈറ്റ് മാളും ചേർന്ന് അവതരിപ്പിച്ച നമ്മുടെ ഒന്നിച്ചോണം പായസം മത്സരങ്ങളുടെ റിസൾട്ടാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് എന്നോടൊപ്പം നമ്മുടെ ജഡ്ജിങ് പാനലിൽ ഉണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് ഷെഫും പിന്നെ ഫുഡ് ബ്ലോഗറും ഒക്കെ ആയിട്ടുള്ള ഷെഫ് നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിന് മൈക്ക് കൈമാറുകയാണ്. വിനോദ് പടശ്ശേരി. കാരണം ഇതൊരു മത്സരമാണ്. അപ്പോൾ അതിനർത്ഥം മറ്റുള്ളവർ പെർഫോം ചെയ്തിട്ടില്ല എന്നല്ല. 20 പേര് നന്നായി പെർഫോം ചെയ്തു. അതിൽ നമുക്ക് ഒരു മത്സരമാകുമ്പോൾ ചില ക്രൈറ്റീരിയാസ് ഉണ്ടാവും അല്ലേ, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മൂന്ന് പേരെ തിരഞ്ഞെടുത്തുള്ളത്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. പാചക മത്സരങ്ങളിൽ വിന്നറായിട്ടുള്ള ആളാണ് പാചകറാണി ഉൾപ്പെടെ റഫിയ. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. 20 പേരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നിട്ടുള്ള ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവരും ഡെക്കറേഷൻ അടക്കം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരുവിധം ഒരു 90% ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ. ഏറ്റവും പാർട്ടിസിപ്പേഷൻ പങ്കെടുത്ത മുഴുവൻ പേർക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും തേർഡ് പ്രൈസ് അനൗൺസ് ചെയ്ത് പാർട്ടിസിപ്പൻസിനെ ആദ്യം വിളിക്കണം. അത് കഴിഞ്ഞിട്ട് മതി സമ്മാനം. ഓക്കെ, നമ്മുടെ കണ്ടസ്റ്റന്റ് ഹസ്ന സക്കീർ. യെസ്, അപ്പം എല്ലാവരും കയറുമ്പോൾ നിങ്ങൾക്ക് കൈയടിക്കണമെങ്കിൽ കൈയടിക്കാം. UM Senior Marketing Manager, Highlight Mall, Sajeev, Regional Head, Calicut Media One, and also Arun, Manager, Operator, Highlight. തേർഡ് പ്രൈസ് വിന്നറിനെ ഞാൻ അനൗൺസ് ചെയ്യും. സെക്കൻഡ് പ്രൈസ് വിന്നറിനെ റഫി അനൗൺസ് ചെയ്യും. ഫസ്റ്റ് പ്രൈസ് വിന്നറിനെ നമ്മുടെ ഷെഫ് വിനോദും പിന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇന്നത്തെ പാചക മത്സരത്തിൽ പിന്നെ ഏറ്റവും ലാളിത്യത്തിലുള്ള പായസം ഉണ്ടാക്കിയ ഒരാൾക്കാണ് തേർഡ് പ്രൈസ് ലഭിക്കുന്നത്. അതുമാത്രമല്ല, ഈ മത്സരത്തിലെ ഒരേ ഒരു ആൺതരി പരിപ്പ് പ്രഥമനാണ്. കണ്ടസ്റ്റ് നമ്പർ 8. തേർഡ് പ്രൈസ് വിന്നർ മിസ്റ്റർ ജിതിൻ. നല്ലൊരു കൈ കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഹൈലൈറ്റ് മോൾ അതുപോലെ തന്നെ മീഡിയ മോൾ ഒരുമിച്ച് നടത്തുന്ന ഈ ഒരു കുക്കിംഗ് കോntestന്റെ വിന്നർ ജിതിൻ. തേർഡ് പ്രൈസ് വിന്നർ ജിതിൻ, എല്ലാവിധ ആശംസകളും നമ്മുടെ ഭാഗത്ത് നിന്ന്.
അതോടൊപ്പം തന്നെ ഏറ്റവും ലാളിത്യമുള്ളൊരു പ്രഥമനായിരുന്നു. പക്ഷേ പ്രഥമന്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ നന്നായിട്ട് പിന്നെ കൺസിസ്റ്റൻസി ആണെങ്കിലും ഒരു അല്പം മധുരം കൂടുതലുണ്ടായിരുന്നു. പക്ഷേ പ്രഥമൻ ഏറ്റവും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു പ്രഥമനാണ് ജിതിൻ ഉണ്ടാക്കിയത്. കൺഗ്രാജുലേഷൻസ്. ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മൊമെന്റോ കൂടിയുണ്ട്, അതുകൂടി കൊടുക്കാൻ സാറാണ് മൊമെന്റോ. സാർ കലുവിനെ സ്വാഗതം ചെയ്യുന്നു. തലശ്ശേരി പാനൂരുകാരനാണ്. തലശ്ശേരിയിൽ നിന്ന് പാനൂരിൽ നിന്ന് വന്ന് മത്സരിച്ച ആളായിരുന്നു. നിങ്ങൾ കഴിച്ചു നോക്കിയോ? അദ്ദേഹത്തിന്റെ പ്രഥമൻ കഴിച്ചു നോക്കിയോ? കഴിച്ചു നോക്കിയോ? അടിപൊളി, സൂപ്പർ ആയിരുന്നോ? ഓക്കെ. അല്ല, ഇനി കഴിഞ്ഞിട്ടില്ല. ഒരു മൊമെന്റോ കൂടിയുണ്ട്. ഓക്കെ, അതിനുവേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് മിസ്റ്റർ തൻവീർ സീനിയർ മാർക്കറ്റിംഗ് മാനേജർ ഹൈലൈറ്റ് മോൾ. തൻവീർ സാറാണ് ഈ മൊമെന്റോ സമ്മാനിക്കുന്നത്. തേർഡ് പ്രൈസ്, നമ്മുടെ തേർഡ് പ്രൈസ് വിന്നർ പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം വിന്നറായി. നമുക്കൊരു ഗിഫ്റ്റ് കൂടിയുണ്ട്. ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ മിസ്റ്റർ അരുൺ സർ, മാനേജർ ഓപ്പറേഷൻ ഹൈലൈറ്റ് മോൾ ഓഫ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഒരുപാട് സമ്മാനങ്ങളുണ്ട്. മിസസ് സീമ വരുന്നത് മോക്ഷാമൃത പായസം, സെക്കൻഡ് പ്രൈസ് വിന്നർ. അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു മൊമെന്റോ കൂടി സീമയ്ക്കുണ്ട്. അപ്പം അത് കൊടുക്കാനായി രാജ് കലേഷിനെ തന്നെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. മുപ്പിറ്റി കടലപ്പരിപ്പ് കൂട്ട് ഉന്നക്കായ പ്രഥമൻ ഉണ്ടാക്കിയിട്ട് ഒരു ഡിഫറൻ്റായ പ്രഥമനായിരുന്നു സഹല. അതിൻ്റെ കൺസിസ്റ്റൻസി അടിപൊളിയായിരുന്നു, പ്രസൻറ്റേഷൻ നല്ലതായിരുന്നു, ടേസ്റ്റ് നല്ല, ആ ഒരു പ്രഥമൻ്റെ എക്സാക്ട് ടേസ്റ്റ് കൂടിയുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹൈലൈറ്റ് മോളും അതുപോലെ തന്നെ മീഡിയ കണ്ടും ഒരുമിച്ച് നടത്തിയ ഈ ഒരു പ്രോഗ്രാമിന്റെ കുക്കിംഗ് കോൺടെസ്റ്റിന്റെ ടൈറ്റിൽ വിന്നർ മിസസ് സഹല. ഇനി നമുക്ക് തേർഡ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഫസ്റ്റ് പ്രൈസും കിട്ടിയ ആൾക്കാർക്ക് ആർക്കെങ്കിലും നന്ദി പറയാനൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു നോക്കാം. തേർഡ് പ്രൈസുകാരാ? ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ചെറിയ ചെറിയ വീഡിയോസ് എല്ലാം ചെയ്യാറുണ്ട്, ചില ഓൺലൈൻ മീഡിയയിലും പങ്കെടുക്കാറുണ്ട്. ഇതാദ്യമായിട്ടാണ് ഈ ലൈവായിട്ട് കുക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ പെരുത്ത് നന്ദി. എതിർത്ത് നന്ദി പറഞ്ഞിരിക്കുകയാണ് മുഴുവൻ പേർക്കും. ഇനി സെക്കൻഡ് പ്രൈസ് വിന്നർ സീമയ്ക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ്. താങ്ക് യു. ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും നന്ദി പറയുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും, ജഡ്ജസിനോടും, ഹൈലൈറ്റ് മാളിൻ്റെ ഒഫീഷ്യൽസിനോടും, മീഡിയ വണ്ണിൻ്റെ ആൾക്കാരോടും, പിന്നെ ബാക്കിയുള്ള എല്ലാ ക്രൂസിനോടും, പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും. ഇവിടെ വന്ന 20 പേരും എനിക്കറിയാവുന്നവർ തന്നെയാണ്. എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. എല്ലാവരും നന്നായി ചെയ്യുന്നവരുമാണ്. ഇന്ന് എന്തോ 2ാമത്തെ സ്ഥാനം എൻ്റെ തലയിൽ വരച്ചു, അത്രയും ഞാൻ കാണുന്നുള്ളൂ എന്ന് കരുതി ആരും മോശക്കാരല്ല. എല്ലാവരും നന്നായി ചെയ്യുന്നവർ തന്നെയാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഇനിയാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വിന്നർ. മുപ്പത്തിയാറ് ചിരിക്കാൻ പറഞ്ഞിട്ട് പോലും ഷോക്ക് അടിച്ച പോലെ അപ്പൊ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിതൊന്നും പ്രതീക്ഷിച്ചല്ല. അപ്പൊ ഇവിടെ കയറി ഇരിക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടെന്ന്. കുഴപ്പമില്ല, നിങ്ങൾ എല്ലാവരും കൈയടിച്ചാൽ ടെൻഷൻ മാറും. ഒരുപാട് നന്ദിയുണ്ട്. ഞാനൊരു ചെറിയ കാറ്ററിംഗ് ഒക്കെ നടത്തുന്ന ആളാണ്. കോട്ടക്കല് സാറ ബേക്സ് എന്നറിയപ്പെടുന്ന ചെറിയ രീതിയിൽ ബിരിയാണികളും പായസങ്ങളും എല്ലാതും ചെയ്യലുണ്ട്. ഇന്നിപ്പോൾ ഫസ്റ്റ് കിട്ടിയ സ്ഥിതിക്ക് നാളെ എനിക്കൊരു 150 പേർക്ക് പായസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പായസം തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമായി. എന്താന്ന് പറയാതെ പറ്റുന്നില്ല. ഓക്കെ, സാരമില്ല. അപ്പോൾ എല്ലാവരുടെയും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. പിന്നെ പ്രൈസ് കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഓക്കെ കിട്ടിയോണ്ട് നമുക്ക് സന്തോഷമുണ്ട്. ഇങ്ങനത്തെ മത്സരാർത്ഥികളെ ഇന്നുവരെ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ പോലെ അമ്മ കിട്ടിയ പോലെ തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇന്ന് നിങ്ങളുടെ ദിവസം അല്ലെന്ന് വിചാരിച്ചാൽ മതി. ഇന്ന് ഇവർക്കായിരുന്നു ആ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നത്. ഇന്നത്തെ മത്സരം
ഇതുപോലുള്ള മത്സരങ്ങൾ ഇനിയും സംഘടിപ്പിക്കാം. ഒരുപാട് പാചകക്കാരെ നമുക്ക് കിട്ടും. ഇന്ന് മത്സരിച്ച ഒരുപാട് പേരെ എനിക്ക് നേരിട്ട് അറിയാവുന്ന എൻ്റെ TV ഷോയിൽ പങ്കെടുത്ത ആളുണ്ട്. ഞാൻ പുസ്തകം എഴുതിയപ്പോഴത്തേക്ക് അവതാരക എഴുതി കൊടുത്ത ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, സന്തോഷം അറിയിക്കുന്നു. ഞാൻ പറഞ്ഞത് പായസ മത്സരം, പ്രഥമൻ മത്സരങ്ങളുടെ ഒരു ലാളിത്യം, മലയാളി പ്രഥമനുകളുടെ ഒരു ലാളിത്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അത് അതിൻ്റെ ടേസ്റ്റിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ്. ഇവിടെ ഇപ്പോൾ വറുത്ത അരി പൊടിച്ചിട്ടപ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലേവർ മാറി. അങ്ങനത്തെ ടേസ്റ്റ് കൂട്ടാനുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്യാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് അതിനകത്ത് ചേർത്തുകൊണ്ട് ഗുണമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ അതെ, ഒന്നും ചിന്തിക്കാത്തൊരു മുതലാണ് ഈ നിൽക്കുന്നത്. ഒന്നും ചിന്തിച്ചില്ല. ഒരു പരിപ്പ് പ്രഥമൻ, സാധാരണ രീതിയിൽ ഒരു പരിപ്പ്, ഒരു ഒത്തിരി മധുരം കൂടിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. അതും ലക്ഷണമൊത്ത പ്രഥമനായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹൈലൈറ്റിന് ഒരിക്കൽ കൂടി മീഡിയ 1-ഉം 2-ഉം നമ്മുടെ കുടുംബക്കാരെ തന്നെയാണ്. ഞാൻ ഒരു 2 മാസത്തിലൊരു തവണയെങ്കിലും ഹൈലൈറ്റിൽ വന്ന് പെർഫോം ചെയ്യുന്ന ആളാണ്. ഹൈലൈറ്റ് മാള് ഇവിടെ പ്രോഗ്രാം നടത്താനും ഒരുപാട് സിനിമകളുടെ പ്രൊമോഷൻ നടത്താനും ഒക്കെ നമുക്ക് അകമഴിഞ്ഞ് സഹായിക്കുന്ന ഹൈലൈറ്റിൻ്റെ മുഴുവൻ പേരോടും ഞങ്ങളുടെ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. അതുപോലെ മീഡിയ 1 ഞാനൊരു 6-7 വർഷക്കാലം മിഡിൽ ഈസ്റ്റിൽ മീഡിയ 1-നോടൊപ്പം ഒരുപാട് ഷോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നാടൻ ഫുഡുകളുടെ മൺകലം എന്ന് പറയുന്ന എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മീഡിയ 1-നുമായിട്ട് ഒരുപാട് വർഷങ്ങളുടെ ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, സന്തോഷം അറിയിക്കുന്നു. എന്നോടൊപ്പം നിന്ന 2 ഷെഫ്മാരുണ്ട്, അവർക്കും. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അവതാരക എവിടെ പോയി? സിൻഡ്രല്ല. മുത്തേ, ഹാപ്പി. താങ്ക് യു. ആദ്യമായിട്ടാണ് നമ്മൾ പിന്നെ സ്റ്റേജ് ഷെയർ ചെയ്യുന്നത്. ചെറിയ ആൾ, കുട്ടി, ചെറിയ കുട്ടിയാണ്. അവൾ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ ഉടൻപണം കണ്ടോണ്ടിരുന്ന മോളാണ്. അങ്ങനെ താങ്ക് യു. ഇപ്പോൾ ഒരുമിച്ച് ആങ്കറിംഗ് ചെയ്യാനും പറ്റും. അതെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഓവറോൾ എല്ലാം നന്നായിരുന്നു. അപ്പം കോട്ടക്കൽ എന്നാണെന്ന് പറഞ്ഞു. ആക്ച്വലി ഏറ്റവും കൂടുതൽ ചെയ്ത് തീർക്കേണ്ട ആൾ പുള്ളിക്കാരത്തിയായിരുന്നു. അങ്ങനെ കോട്ടക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമുക്കൊരു ആയുർവേദത്തിൻ്റെ ഹബ്ബാണ്. ഏറ്റവും കൂടുതൽ മരുന്ന് ചേരുവകൾ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ഞാൻ നോക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ശരിക്കും, പക്ഷേ പുള്ളിക്കാരത്തി ഉപയോഗിച്ചില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പായസം എന്ന് പറഞ്ഞാൽ കൈലാഷേട്ടൻ പറഞ്ഞ പോലെ ടേസ്റ്റ് ആൻഡ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ അതിൽ ഭയങ്കര ഹെൽത്തി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക് ടേസ്റ്റിന് കൺസിസ്റ്റൻസി കാണണം, അല്ലേ? ഹെൽത്തി ആണെങ്കിൽ സാലഡ് കഴിച്ചാൽ പോരെ, ശരിയല്ലേ? അല്ലെങ്കിൽ കൈലാഷേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ രശ്മൂലാരിഷ്ടത്തിൽ പഞ്ചസാരയിട്ട് കഴിച്ചാൽ മതി, അല്ലേ? അപ്പോൾ ഇതൊരു കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക ടേസ്റ്റ് ആൻഡ് കൺസിസ്റ്റൻസി. ഏതുതരം അതായത് ഇത് മാത്രമല്ല, ഏതുതരം കോമ്പറ്റീഷൻ ആയാലും ഓക്കെ, അതിൻ്റെ കൂടെ ഹൈജീൻ, പ്രസൻറ്റേഷൻ, അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള നോക്കേണ്ടത്. ഭയങ്കര ഹെൽത്തി നോക്കാം, അതുമായി ബന്ധപ്പെട്ട കോമ്പറ്റീഷൻ ഇല്ല. ഓക്കെ, ഇതെന്തിനാ ഞാൻ പറഞ്ഞറിയോ, കുറേ പേര് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഡിമോട്ടിവേറ്റ് ആവാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയയിലാണ് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിനർത്ഥം അങ്ങനെ എഫേർട്ട് എടുത്തിട്ടില്ല, നന്നായി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതല്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. റഫിയ, കലേഷേട്ടനും ഷെഫും പറഞ്ഞ പോലെ തന്നെ നമ്മൾ 3 പേരും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതായത് പല കോമ്പിനേഷൻസാണ് പായസത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷെ അത് എന്താ പറയുക, വർക്കൗട്ട് ആയിട്ടില്ല. നമ്മളത് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പലരോടും ചോദിച്ചു ഇത് എന്തിന് ചേർത്തതാണെന്ന് ചോദിച്ചപ്പോൾ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ പായസം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു കൺസിസ്റ്റൻസിയും അതിനൊരു ടേസ്റ്റും ഉണ്ട്. അപ്പം ഒരുപാട് കോമ്പിനേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് ശരിക്കും എന്തിൻ്റെ ടേസ്റ്റ് ആണോ കിട്ടേണ്ടത് അത് മിസ്സായി പോവാണ് അവിടെ. എന്തായാലും ഇതുപോലെ കോമ്പിനേഷൻസ് ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഐറ്റം അതിനെ എൻഹാൻസ് ചെയ്ത് ആ ഒരു പായസത്തിൻ്റെ തനിമയിൽ നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം.